നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊടുങ്ങല്ലൂർ അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അപകട സാധ്യതയുള്ള വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു. അപകട മേഖലകളിൽ സുരക്ഷാ നിർദ്ദേശം. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. റോഡിൽ വാഴ നട്ട് BJP പ്രതിഷേധം. സമരം നടന്നത് മനക്കിലപ്പടി പട്ടേപ്പാടം റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ച്. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അപകട സാധ്യതയുള്ള വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി. അപകട മരണങ്ങൾ നടന്ന കരുവപ്പടന്ന ചതുരക്കുളവും സമീപ പ്രദേശങ്ങളും ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. തുടർന്ന് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന കരുവപ്പടന്ന മുസാഫാരിക്കുന്ന് പ്രദേശവും സംഘം സന്ദർശിച്ച് ആവശ്യമായ പരിശോധനകൾ നടത്തി. ശേഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുലേഖ അബ്ദുൾകുട്ടി, സെക്രട്ടറി ഋഷി എന്നിവരുമായി ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തി. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അഗ്നിരക്ഷാ സേന നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. മഴയ്ക്ക് പുറമെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7 വാർഡുകളിലൂടെ കടന്നുപോകുന്ന മനക്കിലപ്പടി പട്ടേപ്പാടം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP വെള്ളാങ്കല്ലൂർ കിഴക്കൻ മേഖലാ കമ്മിറ്റിയും BJP മനക്കിലപ്പടി യൂണിറ്റും സംയുക്തമായി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കി ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ സമരത്തിന് BJP വെള്ളാങ്കല്ലൂർ കിഴക്കൻ മേഖലാ പ്രസിഡന്റ് പ്രശോഭ് പുതുക്കാട്ടിൽ, കർഷക മോർച്ച തൃശൂർ സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് AP ശശിധരൻ, BJP പടിഞ്ഞാറൻ മേഖലാ ജനറൽ സെക്രട്ടറി ശിവലാൽ എന്നിവർ നേതൃത്വം നൽകി. BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് സുരേഷ് മുല്ലപ്പിള്ളി, മഹിളാ മോർച്ച മണ്ഡലം സെക്രട്ടറി പ്രവിത, മണ്ഡലം സെക്രട്ടറി മനോജ്, ജയലക്ഷ്മി, ഗിരീഷ്, അനൂപ് എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ MES അസ്മാബി കോളേജിലെ ബയോഡൈവേഴ്സിറ്റി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരമ്പരാഗത ഭക്ഷ്യമേള ശ്രദ്ധേയമായി. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന മേള MES ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. MES അസ്മാബി കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് VM ഷൈൻ അധ്യക്ഷത വഹിച്ചു. MES എയ്ഡഡ് കോളേജസ് ഡയറക്ടർ ഡോക്ടർ A ബിജു, MES ഭാരവാഹികളായ PK മുഹമ്മദ് ഷമീർ, KM അബ്ദുൾ ജമാൽ, PS മുജീബ് റഹ്മാൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സമീന കളത്തൊടി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സനന്ദ് സദാനന്ദ്, അധ്യാപകരായ ഡോക്ടർ KP സുമേധൻ, MB ബിന്ദിൽ, ഡോക്ടർ ധന്യ PR, ഡോക്ടർ എബിത ഇക്ബാൽ എന്നിവർ പങ്കെടുത്തു. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണത്തിന്റെ ഭാഗമായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത്, ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രം, ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ഹെപ്പറ്റൈറ്റിസ് രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ഹെപ്പറ്റൈറ്റിസ് പ്രതിരോധ പ്രതിജ്ഞ ചൊല്ലി. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു C ജേക്കബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ BM ലിനി, AS ഡെപിത, KS ആനന്ദ് എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ പ്രധാനാധ്യാപിക PA ഷൈമ, അധ്യാപകൻ KG ബൈജു, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂർ അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അപകട സാധ്യതയുള്ള വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു. അപകട മേഖലകളിൽ സുരക്ഷാ നിർദ്ദേശം. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. റോഡിൽ വാഴ നട്ട് BJP പ്രതിഷേധം. സമരം നടന്നത് മനക്കിലപ്പടി പട്ടേപ്പാടം റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ച്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.